ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. കെൻ കരുണാസ് ആദ്യമായി രചനയും സംവിധാനവും ചെയ്ത് ലിറിക്സും എഴുതി പാട്ടും പാടി വരാനിരിക്കുന്ന പുതിയ ചലച്ചിത്രമാണ് യൂത്ത്. കെൻ കരുണാസ് ആരെന്ന് ഞാൻ പറഞ്ഞുതരാം. അസുരൻ സിനിമയിൽ ധനുഷിന്റെ രണ്ടാമത്തെ മകനായിട്ട് വരുന്ന ഒരു പുള്ളിയുണ്ട്, അതാണ് കെൻ കരുണാസ്. യങ് ആക്ടറാണ്. കരുണാസ്, തമിഴ് നടൻ കരുണാസിന്റെ മകനും കൂടിയാണ് കെൻ, അതാണ് കെൻ കരുണാസ്. അപ്പോൾ ആ കെൻ കരുണാസ് എന്നെ സംവിധാനം ചെയ്ത് രചന ചെയ്ത് പാട്ട് പാടി പാട്ടിന് ലിറിക്സ് എഴുതി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചലച്ചിത്രമാണ് യൂത്ത്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. അപ്പോൾ ഒരു നെപ്പോ കിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. എന്നിരുന്നാലും ഒരു പടം ഡയറക്റ്റ് ചെയ്യുക, രചന ചെയ്യുക, അത് ആ പടത്തിൽ തന്നെ മുമ്പ് ആ ടൈമിലൊക്കെ ധനുഷ് ചെയ്ത പോലെ ആ ഒരു സിനിമയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ഒരു ടാലന്റ് തന്നെയാണ്. അത് നല്ല രീതിക്ക് വർക്കൗട്ട് ആയാൽ അത് നല്ല രീതിക്ക് പ്രശംസിക്കപ്പെടും. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ അതിലൊരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. പാട്ടിൻ്റെ പേര് മുട്ടക്കലക്കി എന്നാണ്. അപ്പോൾ ഈ പാട്ട് പാടിയിരിക്കുന്നത് കെൻ തന്നെയാണ്, ലിറിക്സ് എഴുതിയതും കെൻ തന്നെയാണ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശാണ്. അപ്പോൾ ഈ സിനിമയിൽ കൂടെ വരുന്നത് നമുക്കറിയാം 2-3 നായികമാരൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ പാട്ട് നമുക്ക് കേൾക്കാം. രണ്ട് നായകന്മാർ കണ്ടല്ലോ, 3 ഉണ്ട്. மண்டையில படி பொண்ணு ஏறலடி அழகுல ஒன்ன மிஞ்சாலடி மினிக்கு இதாய நெஞ்ச கொழுக்கி அடிய முட்டை கலக்கி அழகி போகாத ரொம்ப விலகி சிறுங்கி ஒராளே என்ன முழுங்கி. പാട്ട് കൊള്ളാം. ഒരു GV പ്രകാശിന്റെ ഒരു വൈബ് തോന്നുന്നുണ്ട്. എല്ലാത്തിലും ഒരു ആ ലിറിക്സ് ഫുൾ റൈമിംഗ് ആണ്, ടൈമിംഗ് ആണ്. അഴകി, സലൂണ്, ബലൂണ്, ബഫൂണ് എല്ലാം റൈമിംഗ് ആണ്, ടൈമിംഗ് ആണ്. ആൻഡ് ലിറിക്സ് ഒക്കെ എഴുതിയത് കെൻ കരുണാസ് ആണ്. അഫ്കോഴ്സ് പാടിയതും കരുണാസ് ആണ്, കെൻ കരുണാസ് ആണ്. പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. വോയിസ് കേൾക്കുമ്പോൾ തന്നെ കൊള്ളാം. പിന്നെ ആ മ്യൂസിക് ഒരു ഈ മ്യൂസിക് പോലെ കേട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു വൈബായിട്ട് പോകുന്നുണ്ട്. കറുപ്പയ്യ സുലോചന കുമാറാണ് പ്രൊഡ്യൂസർ. GV പ്രകാശ് കുമാർ മ്യൂസിക്കൽ. സിംഗർ ആൻഡ് ലിറിക്സ് കെൻ കരുണാസ്, കെൻ കെ. സ്റ്റാറിംഗ് സുരാജ് ഈ പടത്തിലുണ്ട് കേട്ടാ. വിക്കി DOP, എഡിറ്റർ നാഷ്, രാമു തങ്കരാജ്, കോസ്റ്റ്യൂം ഡിസൈനർ കാവ്യ ശ്രീറാം. GV അതാണ് പയന്മാര്. പാട്ട് കൊള്ളാം സത്യമായിട്ട്, ജെന്യൂനായിട്ട്. ആ വോയിസും ആ ലിറിക്സും അതിൻ്റെ ആ ഒരു ബീറ്റ്, ആ ഒരു സ്ലോ ബീറ്റും, GVയുടെ ആ ഒരു സ്ലോ ബീറ്റുമായിട്ട് ഒരു വൈബായിട്ടുണ്ട്, ഒരു ലവ് സോങ്. അത് കെൻ കരുണാസ് സൂപ്പറായിട്ട്, കെൻ സൂപ്പറായിട്ട് പാടുന്നുമുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. ലിറിക്സും കൊള്ളാം, അങ്ങനെ പാട്ട് പാടുന്നതും കൊള്ളാം, മ്യൂസിക്കും കൊള്ളാം. ഇതിൽ നായകമായിട്ട് വരുന്നതാണ് മറ്റേ അനിഷ്മ, അതായത് നമ്മളെ മരണമാസ് ബേസിലുള്ള സിനിമയിലുള്ള, ഇപ്പൊ ഈ സിറേ സിനിമയിലുള്ള നായിക. അപ്പൊ അത് പിന്നെ മീനാക്ഷി എന്ന് പറയുന്നത് നെസ്ലന്റെ 18+ സിനിമയിൽ നെസ്ലന്റെ നായികയായിട്ട് വരുന്ന ഒരു നായിക ഉണ്ട് മലയാള സിനിമയിൽ 18+. അപ്പോൾ ആ നായിക ഉണ്ട്. പിന്നെ വേറെ ഒരു നായിക, 3 നായികമാരൊക്കെ ഉണ്ട്. സ്കൂൾ പ്രണയവും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു റിലേറ്റബിൾ പടം തന്നെ വരാനാണ് ചാൻസ് കൂടുതൽ. കാരണം കെൻ്റെ കൂടെ ഉള്ളതൊക്കെ കെൻ്റെ ഫ്രണ്ട്സും ഗ്യാങ്ങും ഒക്കെയാണ്. അപ്പോൾ അവർ തന്നെയാണ് സിനിമയിലും വരുന്നത്. പാട്ട് മൊത്തത്തിൽ കൊള്ളാൻ, ഇതുവരെ കേട്ടതിലും സൂപ്പറായിട്ടുണ്ടാവും. കെൻ സൂപ്പറായിട്ട് പാടുന്നുമുണ്ട്. ഫ്രെയിം
കൊള്ളാം കേട്ടോ. La 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 la. Written, directed and performed by Ken and Gang. Youth in cinemas March 2026. വോയിസ് മുട്ടക്കലക്കി എന്നാണ് സോങ് നെയിമും സോങ്ങും സൂപ്പർ സോങ്. അതായത് ഒരു ലവ് പാട്ട്, ഒരു ഒരു ഗാന പാട്ട് പോലെ, ഒരു ആ ഒരു തമിഴ് വൈബിൽ ഒരു ചെറിയൊരു മെലഡി ടൈപ്പിലൊക്കെ ആയിട്ട് ഒരു ഗാന ടൈപ്പിലൊക്കെയാണ് ജീവി പ്രകാശ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. ആൻഡ് പാട്ടിലെ ലിറിക്സും കാര്യങ്ങളൊക്കെ സൂപ്പർ ലിറിക്സ്. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം റൈമിങ്ങും ടൈമിങ് ആയിട്ട്, അതുപോലെ എല്ലാം കറക്റ്റ് റൈമിങ്ങും ടൈമിങ് ആയിട്ട്, ഒരിടത്തും മാറുന്നില്ല, എല്ലാം ഒരേപോലത്തെ വാക്കുകളും വരുന്നുണ്ട്. ഇറ്റ്സ് ബീറ്റ് ടഫാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കെൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ട് പാടിയത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട്. ആ മുട്ടക്കലക്കി മീനിക്ക് മുട്ടക്കലക്കി ആ ഒരു സെറ്റിങ് സാധനമൊക്കെ വരുമ്പോഴും നന്നായിട്ട് തന്നെ കെന്ന് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ കെന്നും കെന്നിൻ്റെ ഗ്യാങ്ങൊക്കെ ചേർന്ന് വരുന്ന ഒരു സിനിമയാണ്. സ്കൂൾ പടം അങ്ങനത്തെ ഒരു വൈബാണ്. മാർച്ച് 2026 റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതും മാർച്ച് 19 എന്തൊക്കെയാണ് കിടന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇതിന് മുമ്പായിട്ട് അവർ 2 പ്രോമോ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് നെൽസൺ, അനിരുദ്ധ്, ശിവകാർത്തികനൊക്കെ ഒരു പ്രോമോ റിലീസ് ചെയ്യില്ലേ, ആ പാട്ട് വേണം, പാട്ടിറക്കണ്ട, അങ്ങനെയൊക്കെ. അതുപോലത്തെ ഒരു പ്രോമോ, 1-2 പ്രോമോ ഇവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമഡി ആയിട്ടുണ്ടായിരുന്നു, ഫണ്ണായിട്ടുണ്ടായിരുന്നു, കാണാനും കൊള്ളായിരുന്നു. ജീവി പ്രകാശ് സൂപ്പറായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കെൻ്റെ ഗ്യാങ്ങുമായിട്ട് ഭയങ്കര കോമഡി. അതായത് കെൻ ഇങ്ങനെ പാടാൻ വേണ്ടി വരുമ്പോൾ ഒരു നോക്കിയപ്പോൾ ഒരു ഗ്യാങ്ങിലുള്ള മലേ ഇതൊക്കെ വിളി, അതൊരു കോമഡിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ജീവി പ്രകാശ് അതിൽ നല്ല രീതിക്ക് ഒരു ഫണ്ണായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെൽസൺ ഇതുപോലെ പ്രോമോസൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനിരുദ്ധ്, ശിവകാർത്തിയൻ, മുരുകദാസൊക്കെ സലംബല പാട്ടിന് വേണ്ടി ഇതേപോലെ ഒരു ഇരുന്ന് പ്രോമോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു പ്രോമോ തന്നെയാണ് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ചേർന്നുള്ള ഒരു പ്രോമോ ആയിരുന്നു ഇത്. അപ്പോൾ യൂത്ത് എന്നാണ് സിനിമയുടെ പേര്. കെൻ കരുണാസ് ആണ് നായകനായി എത്തുന്നത്. ഡയറക്ടറും പുള്ളി തന്നെയാണ്. അപ്പോൾ ഒരു നല്ലൊരു ചിത്രം തന്നെ പ്രതീക്ഷിക്കാം. നല്ലൊരു ചിത്രം തന്നെ ആവട്ടെ. ഇതൊരു നല്ലൊരു മുതൽക്കൂട്ടാവട്ടെ. ഇനിയും നല്ല പടങ്ങളിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടട്ടെ. ഇതുപോലെ നല്ല പാട്ടുകളും നല്ല കാര്യങ്ങളിലായിട്ട് കിട്ടട്ടെ. നല്ല പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നെപ്പോട്ടിസം ആയിരുന്നാലും ടാലന്റ് ഉണ്ടെങ്കിൽ നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ടാലന്റ് ഉണ്ടാവട്ടെ, ടാലന്റിൽ നിലനിൽക്കട്ടെ. ടാലന്റ് ഉള്ള പയ്യനും കൂടെയാണ് കെൻ. അപ്പോൾ ആ ഒരു പാട്ടിൽ തന്നെ കെന്നിനെ കാണാനും ക്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചെയ്യ് ബ്രോ. ഓൾ ദ ബെസ്റ്റ് ബ്രോ. നല്ലൊരു പടം തന്നെ വരട്ടെ. ഓൾ ദ ബെസ്റ്റ് കെൻ. നല്ലൊരു പടം വരട്ടെ.